മാനവകുലത്തിന്റെ പാപത്തിനായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഡോക്ടർക്ക് മറുപടി കൊടുത്ത് ഒരു വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഈ ഡോക്ടറിൻ്റെ ട്രഡീഷനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്കറിയാമല്ലോ, ആ ഡോക്ടർ, പാവപ്പെട്ട ഒരു ഡോക്ടർ വന്നിട്ട് പന്നിയിറച്ചി ഹറാമാണ്, അല്ലെന്നുണ്ടെങ്കിൽ പന്നിയിറച്ചി കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈബിളിനകത്തുള്ള കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് വന്ന ആ മഹാനുഭാനുവായ ആ ഡോക്ടർക്ക് ഒരു മറുപടി കൂടെ കൊടുക്കണമെന്നൊരാഗ്രഹം തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ ട്രഡീഷനെ ഒന്ന് പൊക്കി അങ്ങോട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് ഒരു വിഷമം തോന്നിയാലോ. ഡോക്ടർ ട്രഡീഷൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞത്, അപ്പോൾ ആ ട്രഡീഷനെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് തരുവാണ്. ഡോക്ടർ കഴിക്കണം. കാരണം നമ്മുടെ ഡോക്ടർക്ക് ഹലാൽ ഫുഡ് മാത്രമേ പറ്റുള്ളൂ. കാരണം ട്രഡീഷൻ ആണല്ലോ. കാരണം ഓൻ്റെ ട്രഡീഷൻ അതിന് മാത്രമേ അനുവദിക്കത്തുള്ളൂ. അതാണ് ഓനൊന്ന് നല്ല രീതിയിൽ മുഖം മിനിക്ക് വന്നത്. കണ്ടല്ല, ഓൻ മുഖം മിനിക്കൊക്കെ വരത്തുള്ളൂ. നല്ലപോലെ ഹലാലായിട്ട് മുഖം മിനിക്കേ വരത്തുള്ളൂ, ഫേഷ്യൽ ചെയ്തേ വരത്തുള്ളൂ. കണ്ട, നല്ല ഫേഷ്യലാണ്. ഇതും ഹലാലാണ്. ഡോക്ടർക്ക് ഇതും ട്രഡീഷനാണ്. കാരണം ഫേഷ്യൽ മാത്രം പോരല്ലോ. കാരണം ഡോക്ടർക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് മുഖത്തൊക്കെ ഇട്ട് അങ്ങോട്ട് തേച്ച് ഹലാൽ ഇടപാട് നല്ല രീതിയിൽ അങ്ങോട്ട് തേച്ചെങ്കിൽ മാത്രമേ, തേച്ച് പിടിപ്പിച്ചെങ്കിൽ മാത്രമേ ട്രഡീഷനിൽ അങ്ങോട്ട് ഡോക്ടർ ഉണരത്തുള്ളൂ. ഭയങ്കര ഉണർച്ചയാണ് ഡോക്ടർക്ക്. ട്രഡീഷൻ്റെ ഇത് കാണുമ്പോഴത്തേനേ അങ്ങ് ഉണർന്നങ്ങ് വരും. ഇനി മുഖം മിനിക്ക് വന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ. കുപ്പായം മിനിക്ക് വരാതെ എന്ത് ട്രഡീഷൻ അല്ലേ ഡോക്ടറെ? എന്ത് ഹലാൽ ട്രഡീഷനാണ്. കുപ്പായമൊക്കെ മിനിക്ക് വരണം. എങ്ങനെ? ദേ ഇങ്ങനെ. ഇങ്ങനെ തേച്ച് കിട്ടിയാൽ ഡോക്ടർക്ക് ഹലാലാണ്. നല്ല വടിവൊത്ത രീതിയിൽ തുപ്പി തേച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ഉഷാറാണ്. ഡോക്ടർ ഉഷാറാണ്, ഡോക്ടറിൻ്റെ കൂട്ടർ ഉഷാറാണ്, ഡോക്ടറിൻ്റെ ട്രഡീഷണൽ വിശ്വസിക്കുന്ന എല്ലാവരും ഉഷാറാണ്. കാരണം തുപ്പി തേച്ച് കിട്ടണം. അതാണ്. കാരണം അങ്ങനെ അങ്ങോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഓൻ്റെ അങ്ങോട്ട് ഉഷാറ് വന്ന് ഇതേപോലിരുന്ന് ബൈബിളിൻ്റെ അകത്തുനിന്ന് വാക്യങ്ങൾ എടുത്തിട്ട് വളച്ചൊടിച്ച് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ പോലും ഇത്തരം പരിപാടിയൊക്കെ ചെയ്യാം. കാരണം ഇങ്ങനെ മുഖത്ത് ഫേഷ്യൽ ചെയ്ത് വടിവൊത്ത ഡ്രസ്സൊക്കെ ഇട്ട് വരണ്ടേ. ഡോക്ടർ ഭയങ്കര ട്രഡീഷൻ്റെ ആളാണ്. അത് ഇനിയും തുണിയൊക്കെ തേച്ച് നല്ല സിമ്പിളക്കുട്ടപ്പനായിട്ട് ഫേഷ്യൽ ചെയ്ത് വന്നിട്ടൊന്നും കാര്യമില്ല. ഇത് തേച്ചൊക്കെ പോകുന്ന എന്തെങ്കിലും കഴിക്കാനായിരിക്കുമല്ലോ. അപ്പോൾ ഓന് ഞാൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതും ട്രഡീഷനാണ്. അതും ഹലാലായിട്ടുള്ള ഞാനൊക്കെ പുള്ളി കഴിക്കത്തുള്ളൂ.
റൊട്ടി ചുടുവാനായി അടുപ്പിലേക്ക് വയ്ക്കും മുമ്പ് അതിലേക്ക് തുപ്പുന്ന ഹോട്ടൽ ജീവനക്കാരൻ. റോഡരികിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ മുൻവശത്ത് വെച്ചാണ് ജീവനക്കാരൻ പല പ്രാവശ്യം ആഹാരത്തിൽ തുപ്പിയത്. അല്പം ഉമിനീര് കൂടി ഉപയോഗപ്പെടുത്തുക മന്ത്രത്തിൽ, അതിനാണ് തഫ്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം ഒരൽപ്പം ഉമിനീര് ഈ പറഞ്ഞതുപോലെ റുഖിയ ചെയ്യുമ്പോൾ മന്ത്രിച്ചിട്ട് അല്പം ഉമിനീര് കൂടി ചേർക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ ഉമിനീരോട് കൂടിയുള്ളതിനാണ് തഫ്ല് എന്ന് പറയുന്നത്. ഇമ്മാതിരി നാൻ കിട്ടണം എന്നാലേ ഡോക്ടർ കഴിക്കൂ. കാരണം എന്താ അറിയോ, ഹലാൽ ട്രഡീഷൻ തുപ്പലാണല്ലോ. ഹലാലായിട്ടുള്ള ട്രഡീഷൻ എന്ന് പറയുന്നത് തുപ്പലാണ്. ഡോക്ടറിനെ ഇപ്പോൾ ഉള്ളവർക്ക് ട്രഡീഷൻ നോക്കിയിട്ട് പന്നിയിറച്ചി ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ക്രിസ്ത്യാനികൾക്ക് നേരെ പറഞ്ഞുകൊണ്ട് വരുന്നവർക്ക് ഈ തുപ്പലെന്ന് പറയുന്ന ഒരു ട്രഡീഷനാണ്. തുപ്പി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? അപ്പം ഇനിയും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴായിരിക്കും ഡോക്ടർ വീട്ടിലേക്കുള്ള പച്ചക്കറി മേടിക്കണമെന്നുള്ള തോന്നൽ വരുന്നത്. ശരിയല്ലേ? വീട്ടിലേക്ക് പച്ചക്കറി, അത് ട്രഡീഷൻ. എങ്ങനത്തെ ഇത് തന്നെ ട്രഡീഷൻ, വേറെ ഒന്നുമല്ല. പച്ചക്കറിയെ തുപ്പി നക്കി ഇങ്ങനൊക്കെ കിട്ടണം, എന്നാലും ഡോക്ടറിന് ട്രഡീഷൻ ആകത്തുള്ളൂ. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഡോക്ടറിന്റെ ട്രഡീഷൻ എന്ന് പറയുന്നത് അതാണ്. ഏത്? ഇങ്ങനെ കിട്ടണം, ഇങ്ങനെ നക്കി ഇതൊക്കെ അങ്ങോട്ട് ട്രഡീഷൻ കിട്ടണം. അപ്പൊ ഈ നക്കി തരുന്നതാണ് ട്രഡീഷൻ. കാരണം അതെന്താ അറിയോ, ഇതാണ് കാരണം. എന്താ അറിയോ, മന്ത്രത്തിൽ ഒന്ന് ഉമിനീരൊക്കെ കയറ്റി വിടുന്നോണ്ട് കുഴപ്പമില്ല. കാരണം അത്രയ്ക്ക് ട്രഡീഷണലായിട്ടാണ് കിട്ടേണ്ടത്. അതേന്നേ, ഡോക്ടർക്ക് ട്രഡീഷനാണ്. എങ്ങനെ? ഇങ്ങനെ മന്ത്രത്തിന്റെ അതൊക്കെ തൂപ്പി അങ്ങോട്ട് കൊടുക്കണം. അതെ. फूंक मारना ये गलत है, ये हराम है हदीस में. बाद लोग अनपढ़ इतराज करते हैं ये चाय है, इसको ठंडा करने के लिए फूंका मारेंगे, तो ये गलत है. लेकिन दम करने के लिए ऐसे करना ये सुन्नत है. ये ഉമിനീര് ചേർത്ത് തുപ്പണം, എന്നാലേ ഡോക്ടർക്ക് പവർ ഉണ്ടാകൂ. ട്രഡീഷൻ ആകൂ. ട്രഡീഷൻ. ഡോക്ടർക്ക് പവർ വേണം. എന്തിന്? ഡോക്ടറുടെ ട്രഡീഷനിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ, വിശ്വാസത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ, ഈമാൻ കാര്യത്തിൽ ഇസ്ലാം കാര്യത്തിലും എല്ലാം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തുപ്പിക്കിട്ടുന്നതേ ഡോക്ടർക്ക് സന്തോഷമാകത്തുള്ളൂ. അതാണ് ഡോക്ടറിൻ്റെ ആ ഒരു ഡോക്ടറേറ്റിൻ്റെ പവർ എന്ന്. കാരണം ട്രഡീഷൻ ആകരുത്, വെറുതെ ഊതരുത്, തുപ്പണം. വെറുതെ ഊതി ഊതി അങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ തുപ്പണം. അതാണ് തുപ്പല്, മനസ്സിലായോ? വെറുതെ ഊതിയാൽ പോരാ, തുപ്പണം, എന്നാലേ ട്രഡീഷൻ ആവും. പിന്നെ ഉസ്താദ് വായിലിട്ടതാണെങ്കിൽ പറയേം വേണ്ട. വളരെ സന്തോഷമാണ് ഡോക്ടർക്ക്. വളരെ സന്തോഷമാണ്. കാരണം ഉസ്താദ് വായിലിട്ട സാധനം അങ്ങോട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? വളരെ സന്തോഷമാണ്. കാരണം എന്താ? ഉസ്താദല്ലേ വായിലിട്ടത്, മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തതല്ലേ, ഡോക്ടറിന്റെ ട്രഡീഷന്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തതല്ലേ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. ഇങ്ങനെ വായിലിടണം. അപ്പം ഡോക്ടർക്ക് എങ്ങനെ കിട്ടണം? ഇങ്ങനെ ഇങ്ങനെ വായിലിട്ടത് കിട്ടും. അപ്പോൾ ഓൻ്റെ വയറ് നിറയും എന്നാണ് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. കാരണം എന്താ അറിയോ, ഭക്ഷണം അങ്ങനെ കഴിച്ചാലൊന്നും അല്ല, തുപ്പിയത് തിന്നാലോ ഡോക്ടർ തിന്നാലോ അല്ല, നല്ല നെയ്ച്ചോറും ബീഫും കിട്ടണം. അതെങ്ങനെ? ട്രഡീഷണൽ ആയിട്ട് തന്നെ കിട്ടണം. അത് നെയ്ച്ചോറിൽ അങ്ങനെ ഇങ്ങനെ കിട്ടണം. നെയ്ച്ചോറിൽ നല്ല ട്രഡീഷണൽ ആയിട്ട് ഡോക്ടറിൻ്റെക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഡോക്ടർക്ക് സന്തോഷമാകത്തുള്ളൂ. എങ്ങനെ? ഇങ്ങനെ.
آمين إن شاء الله. ഇങ്ങനെ കിട്ടിയാൽ ഡോക്ടർ വെട്ടി വിഴുങ്ങും. പക്ഷെ തുപ്പണം, അല്ലാതെ തിന്നില്ല കേട്ടോ. കാരണം എന്താ അറിയോ, ഭക്ഷണം കഴിക്കണോ മന്ത്രിച്ചു തുപ്പി അങ്ങോട്ട് കിട്ടണം. തുപ്പി കിട്ടിക്കഴിഞ്ഞാലോ വളരെ സന്തോഷമാണ് ഡോക്ടർക്ക്. ഡോക്ടറിൻ്റെ ട്രഡീഷൻ്റെ ആ ഇതൊന്നും ആലോചിച്ച്, ഹലാൽ തുപ്പല്, ഹലാൽ നക്കല്, ഹലാൽ വായിലിടിയിൽ, ഹലാൽ കോണ്ടം, ഹലാൽ ഫ്ലാറ്റ്, മൊത്തം ട്രഡീഷനാണ് ഡോക്ടർക്ക്. അല്ലേ ഡോക്ടറെ? ഡോക്ടറിന് പന്നിയുടെ വിഷയമൊക്കെ പറയുകയാണെങ്കിൽ പറഞ്ഞിട്ട് ആ വഴിക്ക് പോയിക്കൂടെ. വെറുതെ ബൈബിൾ വാക്യം എടുത്തിട്ടൊക്കെ വളച്ചൊടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം എന്ത് പറ്റി? മൊത്തം തുപ്പല. ഇനി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ശാലം വെള്ളം കുടിക്കേണ്ട സുഹൃത്തുക്കളെ, അത് ഈ വെള്ളം മാത്രമേ പറ്റത്തുള്ളൂ. കാരണം എന്താ, ഇങ്ങനെയുള്ള വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ. ഹലാലായ അന്തിക്കള്ളും നല്ല അടിപൊളി ഷാപ്പ് ഫെസ്റ്റിവൽ ബുഫയും. ഇത് മുന്തിരിക്കള്ളാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ടേസ്റ്റ്, അല്ലാതെ ഹലാൽ എന്നല്ല. അതെ, 100% ഹലാലാണ്. അതിന്റെ ടേസ്റ്റും ഫ്ലേവറിലുള്ള ജസ്റ്റ് ഒരു ബോക്ടെയിൽ മാത്രമാണ്. വളരെ നൊസ്റ്റാൾജിക്. هذا العلاج يا ربع ما شاء الله، ذكر الله، صلوا على رسول الله. نجح حليم مصغر ووزر. هذا الفرصة، بسم الله. الله يبارك لك ابو نايف، الله يبارك لك. ഇതാണ് ഡോക്ടർക്ക് നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സാധനം. എന്താ അറിയോ, ആ ഒട്ടകമൂത്രമേ ഡോക്ടറെ കുടിച്ച് ദാഹം അങ്ങ് തീർക്കണം. കാരണം ഇത്രയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരുന്നില്ല. നല്ല തുപ്പിയ പോത്തു ബിരിയാണിയും തുപ്പിയ ഹലാൽ ഫുഡും ഉസ്താദ് തുപ്പിയ നെയ്ച്ചോറും ബീഫും ഒക്കെ തിന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ എന്ത് ചെയ്യണം? അന്നേരം ഇപ്പം എന്ത് ചെയ്യണം? ഈ ഒട്ടകമൂത്രം കുടിച്ചിട്ട് ഡോക്ടർ എന്ത് ചെയ്യണം? ആ ട്രഡീഷനെ അങ്ങോട്ട് ഊന്നിപ്പിടിക്കണം. ഡോക്ടറെ ഊന്നിപ്പിടിക്കണം. മനസ്സിലായോ? കാരണം ഡോക്ടർക്ക് ട്രഡീഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ഒട്ടകമൂത്രം ഇല്ലാതെ ഡോക്ടർ എങ്ങനെ ജീവിക്കും? ഉസ്താദ് തുപ്പി തന്ന സാധനം ഇല്ലാതെ എങ്ങനെ ജീവിക്കും? അതിൻ്റെ ട്രഡീഷനായ എന്തുമാകട്ടെ, എന്തുമായിക്കോട്ടെ, ബൈബിളിൽ കയറി വാക്യങ്ങളെ വളച്ചൊടിച്ച് വരരുത് ഡോക്ടറെ. ഡോക്ടർ ഇപ്പം കാര്യം മനസ്സിലായി കാണും അല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താ അറിയോ, ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇതാണ് ഹലാൽ ഫുഡ്. കയറി ഇരുന്ന് കഴിക്കുമ്പോഴത്തേനും ഓർക്കുക, അവിടുത്തെ ഫുഡിന് നല്ല ഇതാണ്, ഇവിടുത്തെ ഫുഡിന് നല്ല ഇതാണെന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കുക, ഉസ്താദ് തുപ്പിയത് മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ 90 കളവൻ കട്ടക്കപ്പം വലിച്ചു തുപ്പി ബീഫിൻ്റെ അകത്തോടൊക്കെ ഇട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് തരുമ്പോഴത്തേനും, ഡോക്ടറെ ട്രഡീഷനായിട്ട് അങ്ങോട്ട് തരുമ്പോഴത്തേനും മൂക്ക് മുട്ടയെ തിന്നും. തിന്നിട്ട് പറയും അവിടുത്തെ ഹോട്ടലിൽ നല്ല രുചിയാണ്. ഭക്ഷണത്തെ ഇങ്ങനെ അപമാനിക്കല്ലേ ട്രഡീഷൻ ഡോക്ടറെ, കേട്ടോ. ഭക്ഷണത്തെ ഇങ്ങനെ അപമാനിക്കരുത് ഡോക്ടറെ. അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയുകയാണ്, ഇതാണ് ഇവരുടെ ട്രഡീഷൻ, കേട്ടല്ലോ. അപ്പോൾ ഈ ട്രഡീഷനിലേക്ക് ഭൂമിയിലുള്ള സകല മനുഷ്യരും എത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സായിപ്പിൻ്റെ അടുത്തും പോയിട്ട് എന്ത് ചെയ്തു? ട്രഡീഷൻ ഒന്ന് കാണിച്ചു. സായിപ്പ് എന്ത് ചെയ്തു? അമ്പലപ്പറമ്പിൽ വെടിക്കെട്ട് നടത്തുന്ന നമുക്ക് കുറച്ച് വെടിക്കെട്ട് നടത്തിയിട്ട് അങ്ങ് പോയി. ദേ ആ സായിപ്പ് കണ്ട, ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് മേല ഡോക്ടറിനെ പോലുള്ളവർ ട്രഡീഷനാണ് വലുതെന്ന് പറഞ്ഞിട്ട് പറയരുത്. നിങ്ങളൊന്നുമില്ല കഴുത്തയിലിട്ടിരിക്കുന്ന ആ ടെലസ്കോപ്പില്ലേ, അതെടുക്കുമ്പോഴത്തേനും നിങ്ങളുടെ ട്രഡീഷൻ അടിസ്ഥാനത്തിലാണോ അതിനൊക്കെ ഇത് പറയുന്നത്? ആണോ? അല്ലല്ലോ. എല്ലാ മനുഷ്യരും ഒരുപോലെ കാണണമെന്നല്ലേ. ഇപ്പോൾ പന്നിയിറച്ചി അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതാണ്, നിങ്ങളെ തുപ്പി അങ്ങോട്ട് തരുന്ന സാധനം തിന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലേ ഡോക്ടറിൻ്റെ ട്രഡീഷൻ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും. ഏതാ നമ്മുടെ ഈ ഞങ്ങളുടെയൊക്കെ കുട്ടനാട്ടിലൊക്കെ രാത്രിയിലേ നല്ല ചാറ്റൽ മഴ വരുമ്പോഴത്തേനും റോഡിലേക്ക് ലോറിയുടെ വെട്ടം കാണുമ്പോഴത്തേനും തവള കയറിക്കും. അതേപോലെ ഡോക്ടർ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ട്രഡീഷൻ. എന്താ ട്രഡീഷൻ? ഉസ്താദ് ഇങ്ങനെ തുപ്പിത്തരുന്നത്, ഹോട്ടലിൽ ഇങ്ങനെ തുപ്പിത്തരുന്നത്, ഒട്ടകമൂത്രം കുടിക്കുന്നത്, ഇതാണ് എൻ്റെ ട്രഡീഷൻ.
അതുകൊണ്ട് ഈ ട്രഡീഷനും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ നേരെ വരരുത്. വന്നു കഴിഞ്ഞാൽ ഇനിയും ട്രഡീഷനിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൂടെ തരും. അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയുകയാണ്, ഈ ട്രഡീഷനിലുള്ള സാധനം കഴിക്കാൻ വേണ്ടി പോകരുതേ. എത്രയോ ആൾക്കാർ മാന്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്, അവരുടെ ഭക്ഷണം കഴിക്കാൻ പോവുക. എന്നെ കേട്ടവരോട് പറയുകയാണ്, കാശ് നിങ്ങളുടെയാണ്, തുപ്പൽ മറ്റവൻ്റെയാണ്. കേട്ടാ, കാശ് നിങ്ങളുടെയാണ്, തുപ്പുന്നത് വേറൊരുത്തരാണ്. അത് തിന്നാൻ വേണ്ടി വെറുതെ പോകരുതേ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.